സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ഡയറക്ടർ KN ആനന്ദ് കുമാറും മുഖ്യപ്രതിയാകും. NGO കോൺഫെഡറേഷൻ ഡയറക്ടർമാരും മൂവാറ്റുപുഴ കേസിൽ പ്രതികളാകും. സ്കൂട്ടർ വിതരണം നടത്താൻ അനന്തു കൃഷ്ണനെ ചുമതലപ്പെടുത്തിയത് NGO കോൺഫെഡറേഷനാണ്. ബൈലോ അടക്കമുള്ള രേഖകൾ പോലീസ് കണ്ടെടുത്തു. കൊച്ചിയിൽ നിന്നും ബിനിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ ആനന്ദകുമാറുമായി ബന്ധപ്പെട്ട് പല വഴിക്കായിട്ട് അന്വേഷണം നീങ്ങുന്നുണ്ടായിരുന്നു. ഇതിൽ മുഖ്യപ്രതിയാകും എന്നുള്ളത് നിർണായകമായ വിവരമാണ്. എന്താണ് അറിയുന്നത്? പൂജ, ഈ സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാം പ്രതിയാണ് KN ആനന്ദകുമാർ. പക്ഷേ ഈ അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയും ഈ തട്ടിപ്പിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണം പോവുകയും ചെയ്ത മൂവാറ്റുപുഴ കേസിൽ ഇതുവരെ ആനന്ദകുമാർ പ്രതിയായിരുന്നില്ല. ഇപ്പോൾ ആ കേസിൽ മുഖ്യപ്രതിയായി തന്നെ ആനന്ദകുമാർ വരാൻ പോകുന്നു. ആനന്ദകുമാറിനെ പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ആനന്ദകുമാർ മാത്രമായിരിക്കില്ല ഇതിൽ പ്രതികളായി വരിക. ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഡയറക്ടർമാരായ 5 പേർ കൂടി ഈ കേസിൽ പ്രതിയായി വരും. ഈ കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്നു KN ആനന്ദകുമാർ, സെക്രട്ടറി ആയിരുന്നു അനന്തു കൃഷ്ണൻ, മറ്റ് 5 ഡയറക്ടർമാരുണ്ട്. ഇപ്പോൾ ഇതിന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആക്ടിംഗ് ചെയർമാൻ എന്ന പേരിൽ ഡോക്ടർ ബീന സെബാസ്റ്റ്യനാണ്. അവർ കണ്ണൂർ കേസിൽ പ്രതിയാണ്. അവരും ഈ മൂവാറ്റുപുഴ കേസിൽ പ്രതികളായി വരും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ബൈലോ പോലീസ് കണ്ടെടുത്തത് വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ ഈ പാതി വിലയ്ക്ക് ഈ സ്കൂട്ടർ അടക്കമുള്ളവ സ്ത്രീകൾക്ക് വിതരണം ചെയ്യാനുള്ള ചുമതല അനന്തു കൃഷ്ണൻ അവർ കൈമാറുകയായിരുന്നു. അതായത് നാഷണൽ ഈ NGO കോൺഫെഡറേഷന്റെ തീരുമാനപ്രകാരം അവർ ചുമതലപ്പെടുത്തിയ ഇംപ്ലിമെന്റിംഗ് നടത്താൻ അവർ ഏൽപ്പിച്ചയാളാണ് ഈ അനന്തു കൃഷ്ണൻ എന്നത്. അപ്പോൾ ഈ അനന്തു കൃഷ്ണന്റെ തട്ടിപ്പുകളിൽ നിന്ന് നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന ആ വലിയ സംഘടന രൂപീകരിച്ചാണ് ഇവർ മുന്നോട്ട് പോയിരുന്നത്. അവർക്ക് യാതൊരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതാണ് പോലീസിന്റെ നിലപാട്. അതോടൊപ്പം തന്നെ അനന്തു കൃഷ്ണൻ ആർക്കൊക്കെ പണം നൽകിയിട്ടുണ്ട്, ആ പണം ഏതൊക്കെ വഴിക്ക് പോയിട്ടുണ്ട്, ഇതിന്റെ വിവരങ്ങളെല്ലാം തന്നെ ആ പോലീസ് ശേഖരിക്കുകയാണ്. അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടന്റ്മാരായിരുന്നവരെ വിളിച്ചു വരുത്തി വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നു. അതിൽ നിന്ന് ആർക്കൊക്കെ പണം പോയിട്ടുണ്ട് അവരൊക്കെ ഈ കേസിന്റെ ഭാഗമായി, അതായത് പ്രതികളായി തന്നെ വരുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ആ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയ വിവരം അനന്തു കൃഷ്ണൻ നേരത്തെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു. പല രാഷ്ട്രീയ നേതാക്കളും ബെനാമികൾ വഴിയാണ് ഈ പണം വാങ്ങിയിരിക്കുന്നത്. അതായത് ഇവരുടെയൊക്കെ ഓഫീസ് സെക്രട്ടറിമാർ, ഏറ്റവും അടുപ്പമുള്ള ആളുകൾ, അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കൊക്കെയാണ് ആ പണം വാങ്ങിയിരിക്കുന്നത്. പലരും നേരിട്ട് പണമായി കൈപ്പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ചാറ്റുകൾ, ഓഡിയോ മെസ്സേജുകൾ ഇതെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ നേതാക്കളിലേക്കുള്ള പണമൊഴുക്കും കൂടി ആ പോലീസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. ഇതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ തന്നെ പോലീസ് ചോദ്യം ചെയ്യുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അനന്തു കൃഷ്ണന്റെ അശോക ഫ്ലാറ്റ്, ഹൈക്കോടതി ജംഗ്ഷനിലെ ഫ്ളാറ്റിൽ നിന്ന് രേഖകൾ കടത്തിക്കൊണ്ടുപോയിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം മാതൃഭൂമി ന്യൂസാണ് പുറത്തേക്ക് വിട്ടത്. ആ കടത്തിക്കൊണ്ടുപോയ രേഖകൾ എവിടെയെന്നത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്തെ ഒരു വില്ലയിലും ഇവരുടെ ഒരു ഓഫീസിലേക്കുമാണ് ആ രേഖകൾ മാറ്റിയത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിശദാംശമുള്ളത്, ഇന്നലെ അനന്തു കൃഷ്ണൻ വാങ്ങിക്കൂട്ടിയ ഭൂമികൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ആ ഭൂമികൾ കണ്ടുകെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോലീസ് പോവുകയാണ്. അതോടൊപ്പം തന്നെ അനന്തു കൃഷ്ണന്റെ ഒരു അക്കൗണ്ടിൽ 4.25 കോടി രൂപയുണ്ടായിരുന്നു. അത് നേരത്തെ പോലീസ് മരവിപ്പിച്ചിരുന്നതാണ്. ആ തുക കൂടി കേസിന്റെ ഭാഗമായി കണ്ടുകെട്ടുന്നതിനുള്ള നടപടി കൂടി മൂവാറ്റുപുഴ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. ശരി ബിനിൽ, എന്തായാലും ആ രീതിയിൽ അന്വേഷണ സംഘം മുന്നിലേക്ക് പോവുകയാണ്. ആനന്ദകുമാർ കൂടി പ്രതിയാകുമ്പോൾ ഈ കേസിന്റെ തലം ഏത് വിധത്തിലായിരിക്കും ഇനി മുന്നിലേക്ക് പോവുക എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്ക് പലർക്കും ഇതിൽ പങ്കുണ്ട്. ആരുടെയൊക്കെ പേരുകൾ ഇനി വെളിച്ചത്ത് വരും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.